എർത്ത്വൈസ് മീഡിയയിലേക്ക് സ്വാഗതം. ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയിൽ അതിവേഗം മുന്നേറുകയാണ് ഇന്ത്യ. ഈ മേഖലയിൽ ശക്തരായ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നിരയിൽ സ്വന്തമായൊരിടം സൃഷ്ടിക്കുകയാണ് ഇന്ത്യ. DRDO വികസിപ്പിക്കുന്ന പുതിയ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ധ്വനി ഇന്ത്യയെ ലോകശക്തിയാക്കാൻ പോകുന്നതാണ്. പോർമുനകളെ ഹൈപ്പർസോണിക് വേഗതയിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നവയാണ് ഇത്തരം സംവിധാനം. DRDO വികസിപ്പിക്കുന്ന ധ്വനിയുടെ പൂർണ്ണ മാതൃക കഴിഞ്ഞ എയ്റോ ഇന്ത്യ പ്രതിരോധ മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. 9 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയുമുള്ള ഈ ഗ്ലൈഡ് വെഹിക്കിളിന്റെ രൂപകൽപ്പന ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ എത്രത്തോളം പുരോഗമിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ്. ഫ്യൂസലേജും ചിറകും ഒരേ പ്രതലത്തിലേക്ക് സംയോജിപ്പിച്ച ബ്ലെൻഡഡ് വിംഗ് ബോഡിയാണ് ധ്വനിക്കുള്ളത്. ഇത് പരമ്പരാഗത ഡിസൈനുകളെ അപേക്ഷിച്ച് ഉയർന്ന കാര്യക്ഷമതയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഭൗമാന്തരീക്ഷത്തിന് പുറത്ത് ബ്ലൂ സ്റ്റാർ റോക്കറ്റുകളുടെ സഹായത്തോടെ വിക്ഷേപിക്കുന്ന ധ്വനി അവിടെ നിന്ന് സ്വയം ഗ്ലൈഡ് ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കും. സഞ്ചാരത്തിനിടയിൽ വളഞ്ഞും പുളഞ്ഞും കുത്തനെ ഉയർന്നും താഴ്ന്നുമൊക്കെ സഞ്ചരിക്കുന്നതിനാൽ സാധാരണ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിന്റെ സഞ്ചാരപാത കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള സമയവും കിട്ടില്ല. മാക് 5 അഥവാ ശബ്ദത്തിനേക്കാൾ 5 മടങ്ങ് വേഗത്തിലാകും ധ്വനി സഞ്ചരിക്കുക. ഇതിന്റെ സവിശേഷമായ ഡിസൈൻ ഉയർന്ന ലിഫ്റ്റ് ടു ഡ്രാഗ് അനുപാതം ഉറപ്പാക്കുന്നതിനാൽ വളരെ ദൂരത്തേക്ക് ഒരു വലിയ പേലോഡ് വഹിക്കാനുള്ള ശേഷിയും നൽകുന്നു. ധ്വനിയുടെ ദൂരപരിധി എത്രത്തോളമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇതുവരെ പരീക്ഷണം നടത്തിയിട്ടില്ലാത്തതിനാൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ DRDO പുറത്തുവിട്ടിട്ടുമില്ല. ചില പ്രതിരോധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇന്ത്യയുടെ ഏറ്റവും മാരകമായ മിസൈലായ അഗ്നി 5 ദൂരപരിധി ധ്വനി മറികടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ഏഷ്യയും യൂറോപ്പിലെയും ആഫ്രിക്കയിലും ചില പ്രദേശങ്ങളിൽ വരെ എത്താൻ സാധിക്കുന്ന അഗ്നി 5-ന് 55,000 കിലോമീറ്ററാണ് ദൂരപരിധി. എന്നാൽ ധ്വനിയെപ്പറ്റി പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ഇതിന് 6,500 മുതൽ 10,000 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകുമെന്നതാണ്. എന്നുവെച്ചാൽ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചാൽ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവ കൂടാതെ വടക്കൻ അമേരിക്കയുടെ ചില പ്രദേശങ്ങളിൽ വരെ ആക്രമണം നടത്താൻ സാധിക്കുമെന്ന് സാരം. ബാലിസ്റ്റിക് മിസൈലുകൾ സാധാരണഗതിയിൽ അന്തരീക്ഷത്തിന് പുറത്തേക്കെത്തി ബൂസ്റ്റർ സഹായത്തോടെ ലക്ഷ്യത്തിന് മുകളിൽ എത്തിയതിനു ശേഷം ഭൂഗുരുത്വം ഉപയോഗിച്ച് താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ധ്വനിയുടെ പ്രവർത്തനത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ബ്ലൂ സ്റ്റാർ സഹായത്തോടെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും ഉയർന്ന പാളിയിലേക്കാണ് ധ്വനി എത്തുന്നത്. ഇവിടെ മുതൽ അന്തരീക്ഷത്തിലൂടെ അതിവേഗത്തിൽ തെന്നി നീങ്ങി ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പരമ്പരാഗത പോർമുനകൾക്ക് പുറമെ ആണവ പോർമുനകളെയും വഹിക്കാനുള്ള ശേഷി ധ്വനിക്കുണ്ടാകും.